ഞാൻ ആദ്യമായിട്ട് 2009 ഇവിടെ വന്ന് ധ്യാനം കൂടുന്നത്. റെനിയച്ചൻ്റെ ധ്യാനമായിരുന്നു അന്ന് ഞാൻ ഇന്നിവിടെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കർമ്മല മാതാവിൻ്റെ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കാൻ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സഫലമായി. പിന്നീട് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. പൂങ്കാവിലെ അഭിഷേകാഗ്നി കൂടാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം 2012 അഭിഷേകാഗ്നിയൊക്കെ കൂടി ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാവരും ഫുൾ A+ ഒക്കെ മേടിക്കുമ്പോൾ ഞങ്ങളും പ്രാർത്ഥിച്ചു അവൾക്ക് ഫുൾ A+ മേടിക്കണം. അങ്ങനെ ഞങ്ങൾ അഭിഷേകാഗ്നിയിലൊക്കെ എഴുതിയിട്ടു. അങ്ങനെ മാർച്ച് 12-ാം തീയതി അവൾ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു വാർത്ത കേട്ടു. എൻ്റെ അനുജൻ കായംകുളത്ത് വെച്ച് മരിച്ചു വന്നു. അത് ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കുടുംബമായിരുന്നു. കുറച്ച് നാളായാലും ഞങ്ങൾ മാറിയിട്ട്. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നിൻ്റെ അപ്പൻ തന്നെയാണ് മരിച്ചത്, എങ്കിൽ നീ പരീക്ഷ എഴുതണം, കാരണം എൻ്റെ ഭാവിയാണ് വലുത്. അങ്ങനെ അവൾ മരിപ്പ് കാണാതെ പരീക്ഷയ്ക്ക് പോയി. തിരിച്ചു വന്നു. പിറ്റേ ദിവസം ശവടക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും പരീക്ഷയ്ക്ക് പോയി. പിന്നെ ബയോളജി പരീക്ഷ ആയപ്പോൾ അവൾ തല ഇറങ്ങി വീണു. അന്ന് മുഴുവൻ നേരവും ആശുപത്രിയിലായിരുന്നു. അന്നേരം അവൾ ആശുപത്രി കിടന്ന് പറഞ്ഞു, അമ്മയെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് നാളെ പരീക്ഷയാണ്. ഞാൻ പറഞ്ഞു, മോളെ ഈശോ കാക്കും, അതുകൊണ്ട് കിടക്കുക, നമുക്ക് പരീക്ഷയ്ക്ക് പോകാം. അങ്ങനെ അവൾ പരീക്ഷ എഴുതി. ഫലം വന്നപ്പോൾ അവൾ ഫുൾ A+. എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മംഗളംപുരത്തെ കൈപ്പനാട്ടിൽ വരുന്നു. എനിക്ക് നിങ്ങളെല്ലാവരും അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. കാര്യം ഈ ഗ്രൂപ്പിലെ ഒരേ ഒരു കാലം ബംഗാളിലാണെങ്കിൽ ഒരേ ഒരാൾ ഞാനായിരുന്നു. നിങ്ങളെപ്പോലെയൊക്കെ നല്ല 2 കാലം ഉപയോഗിച്ച് നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് ഞാൻ. എൻ്റെ കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതിയാണ് ഞാൻ UAE നിന്ന് ഒരു ലീവിന് വന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന്. കഴിഞ്ഞ ജാനുവരി 12-ന് ഞാനും എൻ്റെ അമ്മയും കൂടെ തെക്കേക്കര പള്ളിയിൽ നിന്ന് നസ്രത്ത് പള്ളിയിലേക്കുള്ള യാത്രാമധ്യേ പള്ളിയിലേക്ക് അടുക്കുമ്പോൾ ഒരു വാഹനം വന്ന് ഇടിക്കുകയും സ്പോട്ടിൽ തന്നെ മമ്മി മരിച്ചു. മമ്മിക്ക് സ്വർഗത്തിലാണ്, എനിക്ക് ഉറപ്പാണ്. ആ സമയത്ത് അത് കഴിഞ്ഞ് തന്നെ നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. എന്നെ കൊണ്ടുപോകാൻ ഒരു 108 ആംബുലൻസ്, ഒരു ഹൈവേ പോലീസിൻ്റെ വണ്ടി, ഇതൊക്കെ ഒരു വലിയ പ്രയാസമായിരുന്നു അവിടെ എത്തിക്കാൻ. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഡോക്ടറുടെ പറഞ്ഞത് കോമ്പൗണ്ട് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായി റൈറ്റിലേക്ക്. അതായത് മൾട്ടിപ്പിൾ ആണ് ഒരേ സമയം, കോമ്പൗണ്ടാണ് ഒരേ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു, അതുപോലെ ഒന്നിൽ കൂടുതൽ ഈ കാലത്തുകാരൻ. സംഭവം നടന്നിട്ട് ഏകദേശം 74 ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ മമ്മിയുടെ മരണവിവരം അറിയുന്നത്. ഞാൻ തിരുവേറെ പള്ളി വന്ന് മമ്മിയെ കണ്ടു. പിന്നെ എൻ്റെ യാത്രയെല്ലാം കുറച്ച് ദിവസത്തേക്ക് ഫുൾ ആംബുലൻസിലായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച വരെ കാറിലല്ലാതെ എനിക്ക് ഓട്ടോറിക്ഷ പോലും കയറാൻ കഴിയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് നല്ലതായി, ഞാൻ പ്രാർത്ഥിക്കാതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ധ്യാനം കൂടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്നോട് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് 2 പേര് വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ എവിടെ പോയാലും ഒരു വണ്ടി ആളുമായിട്ടാണ് പോകുന്നത്. കാര്യം നടക്കാമെന്നല്ല, അങ്ങോട്ട് പോകാത്തില്ല, ഇങ്ങോട്ട് പോകാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്ന് ചെത്തിപ്പുഴ ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള കെയർ, സർജറി കഴിഞ്ഞുള്ള കെയർ. ബാലാജി ഡോക്ടറിനെ ലാസ്റ്റ് വന്ന് കണ്ടപ്പോൾ ഇപ്പോൾ എൻ്റെ പെങ്ങളെ വിളിച്ചു, ഡോക്ടറിനോട് ചോദിച്ചു, സാറേ ഇതിന് അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്, അപ്പോൾ ഏകദേശം എത്ര നാളുകൊണ്ട് ഹീലാവുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയും 3 മാസം. എനിക്ക് അടുത്ത മാസം മെയ്യിലെങ്കിലും ഉടനെ ചെല്ലണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഡോക്ടറിനോട് പറഞ്ഞ് നടക്കുന്ന കാര്യം ഇപ്പോൾ പ്ലാൻ ചെയ്യുക പോലും ചെയ്തത്, ഒട്ടും ഹീലായിട്ടില്ല, ശരിക്കും പതുക്കെയാണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് എങ്ങനെ കളിച്ചാലും 2-3 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സമയമായപ്പോൾ എന്നോട് വരാമെന്ന് പറഞ്ഞ 2 ബൈസ്റ്റാൻഡേഴ്സിനും എൻ്റെ ബ്രദേഴ്സ് തന്നെയായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. ആ വാശിക്ക് ഞാൻ വാങ്ങുന്നത് ഒരു സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കുന്നതാണ്. അതില്ല പിന്നെ ഇവിടെ ഡോക്ടറെ ചോദിച്ചാൽ അറിയാം, ആംബുലൻസിലും കാറിനും മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളാണ് കഴിഞ്ഞ ആഴ്ച വരെ. അതിലുപരി ഒരു കാര്യം ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞു, ഓവർ സ്പീഡായിരുന്നു മറ്റേ വണ്ടി, എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ക്ഷമിക്കണമെന്ന് തോന്നി. ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ ചെന്ന ഉടനെ ഇൻസ്പെക്ടറുടെ നമ്പർ, SIയുടെ നമ്പർ ചോദിച്ചിട്ട് ഈ ഇടിച്ച വണ്ടി ഒരു നിരണംകാര വണ്ടിയായിരുന്നു, പെന്തക്കോസ്ത് വിശ്വാസികളുടെ വണ്ടിയായിരുന്നു. ഞാൻ അയാളെ വിളിച്ചു. അതിന് മുമ്പ് എൻ്റെ ഫാദറെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വന്ന് കാണണമെങ്കിലോ അല്ലെങ്കിൽ എനിക്കൊരു യാതൊരു കണക്കൊന്നുമില്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അമ്മ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് 10 മിനിറ്റ്
ഇടയ്ക്കാണ് വണ്ടി ഇടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ അല്ലെങ്കിൽ വേറെ ട്രെയിൻ വന്ന് എടുക്കേണ്ട കേസാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യാതൊരു കണക്കുമില്ല, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിലോ ഫോൺ ചെയ്യണമെങ്കിലോ ഒക്കെ കേൾക്കും, ആരും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ 2.5 മാസമായിട്ട്, 72 ദിവസമായിട്ടും അവരെന്നെ പിന്നെ തിരിച്ചു വിടും. ആള് സാധുവാണെന്ന് തോന്നി, ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ. ആള് ഭയങ്കര പേടിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ എപ്പോഴും കാണാൻ ആരും ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഈ 2.5 മാസമായിട്ടും അവരെന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഞായറാഴ്ച രാവിലെ എനിക്ക് പെട്ടെന്ന് ആ ഒരോടൊരു ദേഷ്യം വന്നത്. ഞാൻ വിളിച്ചു, ആദ്യം എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചു, ആൾ അറ്റൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത് ഷൂട്ടിങ് ചെയ്തു, അറ്റൻഡ് ചെയ്യുന്നില്ല. എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു, ഞങ്ങളെ വലിയ ഇടവകപ്പള്ളി ധ്യാനം നടക്കണം, അവൻ അതിൻ്റെ തലേദിവസം കുമ്പസാരിച്ച് വന്നേ ഉള്ളൂ. അവൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇന്നലെ നീ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കിട്ടി ഇങ്ങനെ. അപ്പം ഞാൻ എന്തായാലും അയാളെ വിളിച്ചു. അവസാനം ഞാൻ പറഞ്ഞു വേറെ ഒന്നും പറയത്തില്ല, ഞാൻ പിന്നെ ക്ഷമിക്കാൻ എന്താ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ഇയാൾ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ നമ്പറിൽ നിന്ന് എടുക്കാനിട്ട് മറ്റേ ആളെ വിളിച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ് മനസ്സിലായി. ഞാൻ എടുത്തിട്ട് വന്ന സംസാരം ഇതാണ്. എന്നെ ഞാൻ ചോദിച്ചപ്പോൾ ബന്ധക്കോസുകാരനാണ്, പുള്ളി ഒരു പള്ളി പ്രാർത്ഥിക്കുകയാണ്, അവിടെ ചർച്ചിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കാല് സുഖപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ പൊങ്ങുന്നയാണെന്ന് ഞാനൊരു വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, എന്നെ കാല് പൊങ്ങിയോ അന്ന് എനിക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കാം, ഞാൻ നല്ലൊരു സൈലമായിട്ട് ഞാൻ വരും, നീ നോക്കി നടന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ അത്ര ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ ആൾ പെട്ടെന്ന് പേടിച്ചു വരുമെന്ന് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് നീ വിളിക്കണ്ട, പപ്പായ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞ എന്നെ വഴക്ക് പറയും പറഞ്ഞു. ഞാൻ ആരും ഇല്ലാത്തപ്പോഴാണ് മാറിയിട്ട് വിളിച്ചത്. ഞാൻ അതൊക്കെ തീരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ധ്യാനമാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി പള്ളാപ്പത്തിൽ കിടങ്ങായപ്പോൾ ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞ് കോൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് മാറിയിട്ട് പറഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു, ഫ്രീ ആയെന്ന് ചോദിച്ചു. ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, പക്ഷെ നമ്മൾ സൂക്ഷിച്ചോ, ഞാൻ വരും, ഉറപ്പായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് തലേദിവസമാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, ഇന്നലെ ആയിരുന്നു അവൻ എന്ത് ചെയ്യാനും ഞാൻ കൂടെ ഉണ്ടായിരുന്നതിനെ, പക്ഷെ ഞാൻ കുമ്പസാരിച്ചു. സോറി, ഈ കാര്യത്തിൽ നീ ക്ഷമിക്കാനാണ് എൻ്റെ ഫോണിൽ വിളിച്ചത്, നീ വേട്ടാനോ അല്ലെങ്കിൽ വേറെ ആവശ്യത്തിനാണ് എൻ്റെ ഫോണിൽ വിളിക്കേണ്ടത്. എനിക്ക് ഇതിൻ്റെ അളവെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവസാനം ഈ കോമ്പൗണ്ടിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, അയാളെ വിളിക്കണം, അവൻ്റെ ഞാൻ നമ്പർ കൊടുത്തതോട് ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞത്. കാര്യം ഇനിയിപ്പോൾ പുള്ളി തിരിച്ച് വിളിച്ചിട്ട് എന്നെ കിട്ടുന്നില്ല, ആകെ ടെൻഷനാണ്. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, നിരുപാധി ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ അഡ്വക്കേറ്റിനോട് വിളിച്ച് ചോദിച്ചു ക്രിമിനൽ കേസ്, യൂണിവേഴ്സിറ്റി കേസ് ഉണ്ട്, ക്രിമിനൽ കേസ് മാക്സിമം സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ പറഞ്ഞു ഓക്കെ. ഒരു അഡ്വക്കേറ്റ് അല്ല, 2 അഡ്വക്കേറ്റുമാരെയാണ് ഏൽപ്പിച്ചത്. അവർ പറഞ്ഞു സാക്ഷികളെല്ലാം നമ്മുടെ ആൾക്കാരുടെ, ഞാൻ പറഞ്ഞ എല്ലാ സാക്ഷികളും നമ്മുടെ ആൾക്കാരാണ്, അവനെ പുറത്തിറക്കാത്ത രീതിയിൽ ചെയ്യണം. എനിക്ക് വന്ന് ഇടിച്ചതിൽ ആരുടെ മിസ്റ്റേക്ക് ആണെന്നൊന്നുമല്ല, എന്നെ ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ നമ്മളെ ഒന്നും ബന്ധപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടും വണ്ടി തിരിച്ച് അവരെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നു പറഞ്ഞപ്പോൾ ആയിട്ട് ഞാൻ വിളിക്കുമ്പോൾ എല്ലാം അയാൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, എൻ്റെ കാല് റെഡിയാകാനായിട്ട്. കഴിഞ്ഞ ആഴ്ച വരെ ആംബുലൻസിലും കാറിലുമായിട്ടാണ് ഞാനാണ് ഡോക്ടർ പറഞ്ഞ വോക്കറിൽ പോലും ട്രൈ ചെയ്തെന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റിക്കുമായിട്ടാണ് പറഞ്ഞത്, നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലൊന്നും ഇടയിൽ നടന്നിട്ടില്ല. എന്ത് കാര്യത്തിന് 2 3 പേരുടെ കൂട്ടത്തിൽ ഫാദറോ അല്ലെങ്കിൽ വൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് സിസ്റ്ററോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു സിസ്റ്റർ ചോദിച്ചു വൈസ്റ്റാൻഡേഴ്സ് ഉണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞു ഉണ്ട്. ആരാ? ഇവരില്ല. എനിക്ക് ആരെയും പരിചയമില്ല. എന്തായാലും ഞാൻ വന്നു. ദൈവത്തിൻ്റെ രൂപകൊണ്ട് ഈ നിമിഷം വരെ ഒരു പ്രശ്നമില്ല. സർജറി കഴിഞ്ഞപ്പോൾ ആളുടെ പിടിപിടിക്കോളാണ് ചെയ്തത്. എന്തോ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞു അത് ഒന്നെങ്കിൽ ഫോറിൻ പാർട്ടിക്കാണ്, എന്തെങ്കിലും ആക്സിഡന്റ് സമയത്ത് കുറെ കല്ലൊക്കെ കയറിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ബോണ്ട് തന്നെ ഒരു പീസ് ആയിരിക്കും. ഞാൻ ആരാധന കഴിഞ്ഞ് തപ്പി നോക്കിയിട്ട് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പീസ് അവിടെ കാണുന്നില്ല, പ്രൊജക്ഷൻ ഒന്നുമില്ല, കറക്റ്റ് നേരെയായിട്ടിരിക്കുന്നു. 2.5 മാസമേ ഉള്ളൂ. ഇവിടെ മെഡിക്കൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം, കോമ്പൗണ്ട് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രാക്ചർ 5-6 മാസം കട്ടിലേക്ക് കിടക്കേണ്ട ആളാണ് ഞാൻ. എന്തായാലും ദൈവത്തിന് കൈകൊണ്ട് 2.5 മാസം ഞാൻ എഴുന്നേറ്റു. 3-ാം മാസം ഞാൻ ഗൾഫിൽ പോവും, ഞാൻ UAE പോവും. അവിടെ ഞങ്ങൾക്ക് ഓപ്പറേഷൻ മിനിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ സാക്ഷ്യം പറയും. പ്രൈസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, വളരെയേറെ ടെൻഷൻ അനുഭവിച്ച് ഇവിടെ വന്നു കയറിയത്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ പറഞ്ഞതിന് ശേഷം പുറത്ത് പോയി ഡോക്ടറെ കൊണ്ട് കാണിച്ച്, എൻ്റെ അടുത്ത് ഇവിടെ ചേച്ചി താമസിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് കുഞ്ഞിനെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിന് വന്നത്. മോനുണ്ട്, അവൻ ഇച്ചിരിയേറെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ഇത്രയും ദിവസം വരെ ധ്യാനം കൂടാനും എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇത്രയേറെ എഴുന്നേറ്റ് നടക്കുവാനും എൻ്റെ അമ്മച്ചിക്ക് പറ്റിയത് ഞങ്ങൾ ഷാലോമിൻ്റെ ചാനൽ വെച്ച് കാണുകയും സ്ഥിരമായിട്ട് അത് കണ്ട് പ്രാർത്ഥിക്കുകയും അഭിഷേകാക്കി കൂടുകയും ആ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അഭിഷേകങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഡെലിവറി ഓപ്പറേഷൻ ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ
പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണ് കുഞ്ഞുങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടറിനെ വേണ്ടിയിട്ട് ഞാൻ ആ ബുക്ക് ചെയ്യാനായിട്ട് തലേ ദിവസം തന്നെ ആളിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ ചീര മുതൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തി പ്രാർത്ഥിച്ചു. രാത്രി വെളുപ്പിന് 2:45 വരെ ഞാൻ എൻ്റെ പനി ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2:45 കുഞ്ഞിൻ്റെ പനി വിട്ടു. ബുക്ക് ചെയ്യാൻ ഞാൻ വിളിച്ചു പറഞ്ഞ ആളോട് വെളുപ്പിന് 5 മണിക്ക് വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനെ ഇനി കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ സെക്യൂർ അഭിഷേകാക്കി കൂടി അതിൽ നിന്നും എൻ്റെ കുഞ്ഞിൻ്റെ പനി വിട്ടുമാറി, ഇനി ഇതിനു വേണ്ടി പോകേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സംഭവം ഇവിടെ എത്തിയോ നീര് എനിക്ക് ഒന്ന് വെച്ച നീര് വെക്കും. ഞാൻ ടെസ്റ്റിംഗ് പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിന്റെ കോട്ട കിട്ടി ഇന്ന് ഞാൻ കിടന്നുറങ്ങത്തോളം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ കിടന്നുറങ്ങി. ഞാനിന്നിട്ട് സ്വന്തം ഇനം ചെയ്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് സിസ്റ്റേഴ്സും പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഇത് ചെല്ലി കോട്ട കെട്ടി ഞാൻ കിടന്നുറങ്ങി. ഭയങ്കര ഉറക്കം. ഞാൻ ശകലം ഫുള്ള് ഉറങ്ങി. കുട്ടിക്കിടന്നുറങ്ങി. പിള്ളേരെ കല്യാണം കഴിഞ്ഞായിരുന്നു. അപ്പം പിള്ളേരുണ്ടാകാതെ ഇങ്ങനെ ഒരു 3-4 വർഷം 3-4 വർഷമായിട്ട് ഇങ്ങനെ ഒരു വറീഡായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒക്കെ ഓക്കെയാണ്, പക്ഷേ കൊച്ചുണ്ടാകുന്നു. അങ്ങനെ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ധ്യാനത്തിന് വന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ അടുത്ത വർഷം നിങ്ങളിവിടെ കൊച്ചിനെ കൊണ്ട് വരും, എന്നിട്ട് സാക്ഷ്യം പറയുന്ന ഉറപ്പിച്ച് പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ഇവർക്കിപ്പോൾ 1 വയസ്സും 2 മാസം ആയി. വരാൻ പറ്റില്ല, ഞങ്ങൾ പുറത്താണ്.